ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരി. ലോക യുവജന ദിനാചരണത്തോടനുബന്ധിച്ച് തിരൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വാക്കത്തോണും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. തിരൂരിലെ വിവിധ വ്യായാമ കൂട്ടായ്മകളുമായി സഹകരിച്ചാണ് പരിപാടി നടത്തിയത്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ യുവജനങ്ങളെ ബോധവാന്മാരാക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ സന്ദേശം ഓരോ കുടുംബങ്ങളിലേക്കും എത്തിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തിരൂർ എക്സൈസ് സബ് ഇൻസ്പെക്ടർ ശ്രീ ബാബുരാജ് ഓർമ്മിപ്പിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ദിലീപ് അമ്പായത്തിൽ, ജില്ലാ വൈസ് ഗവർണർ KPA റഹ്മാൻ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംസാരിച്ചു. നാടിന്റെ ആരോഗ്യപരമായ മുന്നേറ്റത്തിന് പിന്തുണയുമായി തിരൂരിലെ പ്രമുഖ വ്യായാമ കൂട്ടായ്മകളായ മോൺസ്റ്റാർ ഇന്റർനാഷണൽ, മോൺസ്റ്റാർ തെക്കുമുറി, മോൺസ്റ്റാർ തിരൂർ, വാക്കേഴ്സ് ക്ലബ്ബ്, ഹെൽത്ത് വാക്കേഴ്സ് തിരൂർ, ടീം വാക്കേഴ്സ്, ആംസ്ട്രോങ് തിരൂർ തുടങ്ങിയ സംഘടനകളിലെ അംഗങ്ങൾ വാക്കത്തോണിൽ സജീവമായി പങ്കെടുത്തു. നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ ലയൺസ് ക്ലബിലേക്ക് ആദ്യമായി മെമ്പറായി ചേരാൻ വേണ്ടി ക്ഷണിച്ചുണ്ട്. ലോകത്ത് തന്നെ ലഹരിയുടെ ഉപയോഗം വളരെ വ്യാപകമായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ കേരളത്തിൽ നമ്മൾ വലിയ സവിശേഷമായി കാണുന്ന, ഇവിടെ പലരും പറയുമ്പോൾ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ വ്യാപകമായി കഞ്ചാവ് പാടങ്ങളിൽ മുളച്ചു നിൽക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിലാണെങ്കിൽ ഒരു ചെടി കണ്ട് എക്സൈസുകാർ ഓടി വരുന്നു, അല്ലെങ്കിൽ പോലീസ് ഓടി വരുന്നു, എടുത്ത് കേസെടുക്കുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. അപ്പൊ കേരളത്തിന് വളരെ വൈവിധ്യമായ ഒരു പ്രത്യേകത ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിൽ അത്തരത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ വളരെ ക്രിയാത്മകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. NDPS ആക്ട് എന്ന് പറയുന്നത് അത് കേന്ദ്ര നിയമമാണ്. ഇവിടെ വക്കീൽമാരെ കണ്ടവർക്കറിയാം. മറ്റൊരു അബ്കാരി ആക്ട് ഒക്കെ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സംസ്ഥാന സർക്കാർ തീരുമാനിച്ച് നടപ്പാക്കുന്നത്. പക്ഷെ കേന്ദ്ര നിയമമാണ് NDPS ആക്ട്. ആ ആക്ട് പ്രകാരം ഏത് എൻഫോഴ്സ്മെന്റ് ഏജൻസിയും ഇത്തരം നർക്കോട്ടിക് കേസുകൾ എടുക്കുന്ന NDPS ആക്ട് പ്രകാരമാണ്. അപ്പൊ ആ NDPS ആക്ട് പ്രകാരം കേസുകൾ കൈകാര്യം ചെയ്യും നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ഏജൻസികൾ വളരെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണ് നിരന്തരം നമ്മുടെ കേസുകൾ ഇവിടെ പിടിക്കപ്പെടുന്നത്. ഒരു കാലഘട്ടത്തിൽ 2016 മുതൽ സംസ്ഥാന സർക്കാർ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ലഹരി മിഷൻ വിമുക്തി എന്ന പേരിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരുന്നു. അതിനോടനുബന്ധിച്ച് വിവിധ രീതിയിൽ ക്ലാസുകളും അവയർനെസ് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് അതോടൊപ്പം ശക്തമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പൊ നമ്മുടെ പുതിയ സർക്കാർ വന്നു. ആ സർക്കാർ വന്നപ്പോഴും ആ സംവിധാനത്തെ ഒരു കാരണവശാലും ഒഴിവാക്കാത്ത ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം സജീവമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ തൂഫാൻ എന്ന പേരിൽ പോലീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സജീവമായി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ യുവത്വങ്ങൾ, ഇന്നിപ്പോ യുവജന ഡേ ആണ് എന്നാണ്, ഈ യുവത്വങ്ങൾ മുഴുവൻ ലഹരിക്ക് അടിമപ്പെടും എന്ന ഒരു പേടിയാണ് നമുക്കുള്ളത്. മുഴുവനായി എന്തായാലും എത്തിപ്പെട്ടില്ല, പക്ഷെ എങ്കിലും ഒരാളിലൂടെ മറ്റൊരാളിലേക്ക് വ്യാപകമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായി മാറിയിരിക്കും. ജാൻ മീഡിയ ന്യൂസ്, തിരൂർ.